ഡൽഹിയിലെ CJP പ്രൊട്ടസ്റ്റ് ഈ സമയത്ത് ഏറ്റവും കൂടുതലുണ്ടായ ഒരു ചോദ്യമാണ്. അതായത് ഇൻ്റർനാഷണൽ ഫണ്ടിങ്, അതേപോലെ തന്നെ ഇൻ്റർനാഷണലി സിഖ് കമ്മ്യൂണിറ്റി ഈ പറയുന്ന CJPയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടുത്തെ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പാർലമെൻറ്റിൽ വന്നു. ആ ബില്ല് അവതരിപ്പിച്ച സമയത്ത് അകാലിദളിൻ്റെ ആ സ്ത്രീയായിട്ടുള്ള സുഖ്ദേവ് സിംഗ് ബാദൽ, അതായത് അവരുടെ ഭാര്യ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആണ്, പഴയ കേന്ദ്രമന്ത്രിയായിരുന്നു. അവരിത് ക്വസ്റ്റ്യൻ റൈസ് ചെയ്തു. അതായത് ഡൽഹി പോലീസും ഗവൺമെൻറ്റിൻ്റെ സീനിയർ ഒഫീഷ്യൽസും ഈ ഗുരുദ്വാര കമ്മിറ്റികളുണ്ട്. അതായത് ഈ പറയുന്ന പ്രൊട്ടസ്റ്റ് നടക്കുന്നതിന് ചുറ്റും ഒരു 7-8 ഗുരുദ്വാരയുണ്ട്. അവിടെ പോയി ഭീഷണിപ്പെടുത്തുന്നു. അവരുടെ വെള്ളം കട്ട് ചെയ്യുമെന്ന് പറയുന്നു ഗുരുദ്വാരയിൽ. അതേപോലെ അവർ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുമെന്ന് പറയുന്നു. അത് അവരുടെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. ഈ പറയുന്ന പ്രൊട്ടസ്റ്റിന് വന്ന കുട്ടികൾക്ക് ആഹാരം കൊടുക്കരുത്, അവർക്ക് ഷെൽട്ടർ കൊടുക്കരുത്, അവർക്ക് വെള്ളം കൊടുക്കരുത്. ഇത് മാത്രമാണ് ഒരു ഡിമാൻഡ്. പക്ഷെ ഗുരുദ്വാരകളും ഈ പറയുന്ന സിഖ് കമ്മ്യൂണിറ്റി ഒന്നടക്കം ഈ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്ന കുട്ടികളുടെ കൂടെ നിന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതാണ് ഇവർ ഈ പറയുന്ന ഈ ഖത്തർ, അതായത് ഫോറിൻ ഫണ്ടിങ് എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം മുസ്ലിങ്ങളെയല്ല കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവർ കൂടുതലും പറയുന്നത് സിഖ് കമ്മ്യൂണിറ്റിയെയാണ്. കാരണം കാനഡ, അമേരിക്ക, UK, ഓസ്ട്രേലിയ ഗ്ലോബലായിട്ട് ഈ സിഖ് കമ്മ്യൂണിറ്റി, അതായത് ഗ്ലോബലായിട്ടുള്ളവർ ഇതിൻ്റെ ഈ ഇൻസ്റ്റയിൽ വന്ന പല വീഡിയോകളും അവർ ഷെയർ ചെയ്ത് അവിടെ വലിയ സംഭവമാക്കി അങ്ങ് മാറ്റി. ഇത്രയും നാളും മോദി ഗോദി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവമാണോ? എന്തുകൊണ്ടാണ് ഇത് മാറിയത്? ഇതാണ് ചോദ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോയുടെ കണ്ടന്റ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം മനസ്സിലാക്കുക, ഈ സിഖ് കമ്മ്യൂണിറ്റിയിൽ ഇന്ത്യൻ സൈന്യത്തിൽ ശരിക്കും പട്ടാള ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. പട്ടാള ജവാന്മാരെക്കാളും കൂടുതൽ ഓഫീസേഴ്സ് ഈ സിഖ് കമ്മ്യൂണിറ്റിയിലാണ് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. സിഖുകാരെന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ പഞ്ചാബിലോ ഡൽഹിയിലോ, ഈ പഞ്ചാബി എന്ന് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കണം അതിനകത്ത് സിഖുകാരും ഉണ്ട്. അപ്പം ഇന്ത്യയുടെ പഴയ ക്രിക്കറ്റ് ക്യാപ്റ്റനാണ് കപിൽ ദേവ്. അപ്പോൾ എല്ലാവരും പറയുന്നത് അയാൾ ജാട്ട് കമ്മ്യൂണിറ്റിയാണ് ഹരിയാന. അയാളുടെ അപ്പൻ്റെ ജ്യേഷ്ഠനും കുടുംബവും എല്ലാം സിഖുകാരാണ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ അകത്ത് ഈ ഹിന്ദുക്കളുടെ കമ്മ്യൂണിറ്റിയിൽ വാരിയേഴ്സ് ആയിട്ട് പോകുന്നവരാണ് സിഖുകാരാകുന്നത്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ സിഖ് കമ്മ്യൂണിറ്റിക്ക് വാരിയേഴ്സാണ് പ്രധാനമായിട്ടും. കാരണം അവരുടെ ഗുരുക്കന്മാരുണ്ട്, 10ഓളം ഗുരുക്കന്മാരുണ്ട്. അതിൻ്റെ അകത്ത് 11ാമത്തെ ഗുരുവായിട്ട് വരാൻ സാധ്യതയുണ്ടായിരുന്ന ആളാണ് ജർണൈൽ സിംഗ് ഭിഡ്രൻവാല. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തെ ഇന്ത്യ ഗവൺമെൻറ് ഭീകരനായിട്ട് ചുമത്തി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ പഞ്ചാബിൽ സുവർണക്ഷേത്രത്തിൽ നടന്ന സംഭവത്തിൽ അയാളെ വെടിവെച്ച് കൊന്നു. എന്തുകൊണ്ടാണ് സിഖ് കമ്മ്യൂണിറ്റി BJPക്കെതിരെയും അതേപോലെ RSSനെതിരെയും മോദിക്കെതിരെയും തിരിയുന്നതിൻ്റെ കാരണം എന്താ? അതിന് റീസണുണ്ട്, ചെറിയ റീസൺ അല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ പഞ്ചാബ് ഇൻസർജൻസി എന്ന് പറയുന്നതിൽ അതിന് യാഥാർത്ഥ്യമാണ്. സിഖ് കമ്മ്യൂണിറ്റിയിലുള്ള ഏകദേശം, അത് ഹിന്ദു കമ്മ്യൂണിറ്റിയല്ല, സിഖ് കമ്മ്യൂണിറ്റിയിലുള്ള ഏകദേശം 70 മുതൽ 75% ആളുകളും ഈ പറയുന്ന ഭിദ്രൻവാലയെ അനുകൂലിച്ച് ഒരു സെപ്പറേറ്റ് പഞ്ചാബ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചവരാണ്. പക്ഷേ ഇന്ത്യൻ ഡിഫൻസും ഇന്ദിരാഗാന്ധി ആണെങ്കിലും പിന്നീട് രാജീവ് ഗാന്ധി ആണെങ്കിലും അത് പ്രോപ്പറായിട്ട് അത് ടാക്കിൾ ചെയ്തു. ആ സംഭവം ഇല്ലാതെ ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞ മൂവ്മെൻറ്റിനെ ക്രാക്ക് ഡൗൺ ചെയ്തു. ഉറപ്പായിട്ടും അതിന് സഹായം കൊടുത്തിരുന്നത് പാകിസ്ഥാനാണ്. ഇന്ത്യയുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സ് അതിനെ നമ്മൾ ക്രാക്ക് ഡൗൺ ചെയ്തു. എഗ്രീഡ്. പക്ഷെ അതിനകത്തുണ്ടായ ചില വിള്ളലുകളുണ്ട്. അതായത് ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ്റെ അകത്ത് അകാൽ തഖ്ത്, അതായത് സിഖുകാർ വലിയ പവിത്രമായിട്ട് കരുതുന്ന അവിടെയൊക്കെ ഇന്ത്യൻ ടാങ്കുകൾ കയറി ഇറങ്ങി. ഇത് പട്ടാളത്തിലുണ്ടായിരുന്ന സിഖുകാർക്കും വലിയ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ സെക്യൂരിറ്റി ഗാർഡ്സ് തന്നെ അവരെ വെടിവെച്ച് പോകുന്നത്. കാരണം സിഖുകാരെ കൊണ്ട്, ആ കമ്മ്യൂണിറ്റിയെ കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്ര സംഭവം പവിത്രമായിരുന്നു ഈ പറയുന്ന സുവർണക്ഷേത്രം, അന്ന് ആണെങ്കിൽ ഇന്നാണെങ്കിൽ. പക്ഷെ അതിനകത്തോട്ട് ഇന്ത്യൻ പട്ടാളക്കാർ സർദാറുമായിട്ട് സിഖ് റെജിമെൻറ്റിനെയാണ് ഉപയോഗിച്ചത്.
ആ റെജിമെൻറ്റിൻ്റെ ജനറൽ ഓഫീസർ കമാൻഡിങ് എന്ന് പറയുന്നൊരു സർദാറായിരുന്നു. അപ്പോൾ അവരെ ഉപയോഗിച്ചിട്ടാണ് ഈ സംഭവം ചെയ്തത്. ഇതാണ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം. അപ്പോൾ അവിടുന്നൊക്കെ മാറി പുതിയ ഭരണം വന്നു, പുതിയ കോൺഗ്രസ് ഭരണം വന്നു. അതിനുശേഷം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയത് ഈ സിഖുകാരെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് കോൺഗ്രസ് അത് ചെയ്തത്. എന്നിട്ട് അമരേന്ദർ സിംഗ് എന്ന് പറഞ്ഞ പഞ്ചാബ് മുഖ്യമന്ത്രിയായിട്ട് അതേപോലെ അവിടുത്തെ രാജകുടുംബത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നു. അതായത് സിഖുകാരെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരണം, ഇതായിരുന്നു ഉദ്ദേശ ലക്ഷ്യം. കാരണം അതിനകത്തൊരു റീസൺ ഉണ്ട്. അപ്പം മുസ്ലിംസും ക്രിസ്ത്യൻസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സിഖുകാരാണ് ഇന്ത്യയിൽ. അപ്പം സിഖുകാരുടെ പ്രത്യേകതയുണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. എവിടൊക്കെ മലയാളി ലോകമുണ്ട് അവിടൊക്കെ മലയാളികളുണ്ട്. അതേപോലെ തന്നെയാണ് സിഖ് കമ്മ്യൂണിറ്റി. എവിടൊക്കെ ലോകമുണ്ട് അവിടൊക്കെ സിഖുകാരുണ്ട്. ഹാർഡ് വർക്കേഴ്സാണ്, ഭയങ്കര വാരിയേഴ്സിനെ പോലാണ് ഇവർ പെരുമാറുന്നത്. ഇന്ത്യൻ ഡിഫൻസിൻ്റെ ഒരു ബാക്ക് ബോൺ തന്നെയാണ് ഈ സിഖുകാർ. അത് തള്ളിക്കളയാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇപ്പം നമ്മൾ ഈ കാണുമ്പോൾ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് ഇന്ത്യൻ സൈന്യത്തിൽ ഓഫീസേഴ്സായിട്ട്, ഞാൻ ഈ പറയുന്ന സാധാരണ പട്ടാളം, അവരുടെ എണ്ണം കുറവാണ്. ഓഫീസേഴ്സായിട്ട് ഏറ്റവും മിടുക്കന്മാരെന്ന് പറയുന്നത് സിഖുകാരായിരുന്നു. അവരുടെ എണ്ണം ഗ്രാജുവലി അങ്ങ് കുറയും. ഇപ്പം നിങ്ങളിപ്പോൾ എടുക്കുവാണെങ്കിൽ ഒരു സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഈ തെഹൽക്ക ഓപ്പറേഷൻ, ഡിഫൻസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കോർട്ട് മാർഷലൊക്കെ നടക്കുമ്പോഴേ പഞ്ചാബ് സൈഡിലും അവിടുത്തെ കൻ്റോൺമെൻറ്റിലൊക്കെ ആയിരുന്നു നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് 6 ജഡ്ജിമാർ ഡിഫൻസിൻ്റെ ഓഫീസേഴ്സ് ഇരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് 3-4 പേര് സിഖുകാരാണ്. കാരണം അത്രമാത്രം ഓഫീസേഴ്സ് ആ കൂട്ടത്തിലുണ്ട് കമ്മ്യൂണിറ്റിയിൽ. പക്ഷെ ഇന്ന് അതൊക്കെ മാറി ഒരു 10 ഓഫീസേഴ്സിനെ റാൻഡമായിട്ട് എടുത്താൽ അതിൻ്റെ അകത്ത് 1-2 പേരേ ഉള്ളൂ. അവർക്ക് താല്പര്യമില്ല ഇന്ത്യൻ ഡിഫൻസിനോട്. ആ താല്പര്യം പൂർണ്ണമായിട്ടങ്ങ് പോയി. പിന്നീട് ഈ മോദിയും BJP വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും എന്താണ് ഈ ഫാർമേഴ്സ് സ്ട്രൈക്ക്. അത് ബേസിക്കലി പഞ്ചാബിൻ്റെ ഡിമാൻഡാണ്. അതിനകത്ത് അവരെ കളിയാക്കുന്നു, അവരെ ഖാലിസ്ഥാനികൾ എന്ന് വിളിക്കുന്നു, ടൂൾ കിറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുന്നു. സിഖുകാരെ കാണുന്നവരെ മുഴുവനും BJP സപ്പോർട്ടേഴ്സും അതേപോലെ RSSകാരും വിളിക്കുന്ന ഖാലിസ്ഥാനി, ഒന്നും അറിയാത്തവനെയൊക്കെ വിളിക്കുന്ന ഖാലിസ്ഥാനിന്ന്. ഇപ്പോൾ പല മുസ്ലിങ്ങളെയും ഇന്ത്യ വിളിക്കുന്ന പോലെ പാകിസ്ഥാനീസ് എന്ന് വിളിക്കുന്ന പോലെ അവരെ ഖാലിസ്ഥാനി എന്ന് വിളിക്കാൻ തുടങ്ങി. ഇത് ഇവരുടെ ഇടയ്ക്ക് വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഈ മരമണ്ണന്മാർ BJP RSS മൊണ്ണകൾ പറയേണ്ടത്. പഞ്ചാബ് എന്ന് പറയുന്ന ഒരു ബോർഡർ സ്റ്റേറ്റാണ്. അവിടെയുള്ള കമ്മ്യൂണിറ്റി ഒന്നടങ്ക് ഇൻക്ലൂസീവായിട്ടാണ് കൊണ്ടുപോകേണ്ടത്. ഗവൺമെൻറ് ഒന്നും പറയുന്നില്ല, പക്ഷേ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ സൈബർ ആണെങ്കിലും RSS ആണെങ്കിലും സംഘപരിവാർ ആണെങ്കിലും ബജറാങ് ദളും ഈ സർദാർമാരെ വിളിക്കുന്ന സംഭവം എന്തോ ഖാലിസ്ഥാനികൾ. പിന്നെ ഈ സർദാർമാർ വെറുതെ വിടൂ ഇഷ്യൂ. ഇതാണ് പ്രൈമറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം നിങ്ങൾ ചോദിക്കാം, ഇപ്പം ഇന്ത്യൻ ഡിഫൻസിൽ ഇവർ ചേരുന്നില്ല, പിന്നെ എവിടെയാണ് ഇവർ ചേരുന്നത്? കറക്റ്റ് ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ഈ സിഖുകാർ ജോയിൻ ചെയ്യുന്ന കനേഡിയൻ ഡിഫൻസിലാണ്. ഇപ്പം അവിടെ കനേഡിയൻ ഡിഫൻസിൽ ഓൾറെഡി സിഖുകാരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കാരണം പണ്ട് മുതൽ സിഖുകാർ അവിടെ പോയിട്ടുണ്ട്. അവിടുത്തെ വോട്ടിങ്ങിൽ ഇത്ര ശതമാനം അവരാണ്. അവരുടെ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, അതവരുടെ പൊളിറ്റിക്കൽ പാർട്ടി വലിയ ഘടകമാണ്. ഇപ്പോഴത്തെ പിന്തുണയ്ക്കുന്ന, അതായത് ഇപ്പോഴത്തെ മാർക്ക് കാർണിയെ പിന്തുണയ്ക്കുന്ന ഗവൺമെൻറ്റും നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുന്നതിന് അവരുടെ പാർട്ടിക്ക് നിർണായക സ്വാധീനമുണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഡിഫൻസിൻ്റെ അകത്ത് അവർക്ക് പ്രാതിനിധ്യം ഉണ്ടാകുന്നത്? ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡിഫൻസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരൻ സിഖുകാർ, അവർക്ക് റഫർ ചെയ്യാം പഞ്ചാബിലുള്ള ഒരാൾ, അവനിപ്പോഴ് കനേഡിയൻ ഡിഫൻസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല, കാനഡയിലുള്ള അവിടുത്തെ നേറ്റീവായിട്ടുള്ള പല ആൾക്കാർക്കും അവിടുത്തെ ഈ പറയുന്ന ഡിഫൻസ് ഫോഴ്സിൽ ജോലി ചെയ്യാനൊന്നും താല്പര്യം. കാരണം വേറെ ഇഷ്ടം പോലെ ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ, ഈ സർദാർമാർ കാരണം ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, ഒന്നാമത് വാരിയേഴ്സാണ്. ഇവർക്ക് റെക്കമെൻഡേഷൻ കൊടുക്കും, അവിടുന്ന് ഇവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും. കാരണം അതിനൊരു വേ ഔട്ടുണ്ട് ഇവർക്ക്. കനേഡിയൻ ഡിഫൻസിനകത്ത് റഫർ ചെയ്യുക, അവർക്ക് അവിടെ കൊണ്ടുവരുന്ന സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നു, അവനെ അവിടുത്തെ ഡിഫൻസ് ഫോഴ്സിൽ അങ്ങ് എടുക്കുന്നു. ഈ ഇഷ്ടം പോലെ സർദാർമാർ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാതെ കനേഡിയൻ ഡിഫൻസിൽ ജോയിൻ ചെയ്യുകയാണ്. ഇതേപോലെ ഉണ്ടാവുന്നുണ്ട് ഓസ്ട്രേലിയയിലും.
ഇഷ്ടം പോലെ പേര് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ജോയിൻ ചെയ്യുന്നില്ല. ഇതാരാണ് തെറ്റ് കാണിച്ചത്? BJP, മോദി, RSS ആ തെറ്റ് കാണിച്ചത്. അവരെ നിങ്ങൾ രാജ്യദ്രോഹി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഒരു രാജ്യത്തിന് വന്ന് സർവീസ് ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഈ CJPയുടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഖൽസ, അതാ നിങ്ങൾ വാളൊക്കെ പിടിച്ച, കാരണം അവർക്ക് പെർമിറ്റ് ചെയ്തേക്കുവാണ്. അവർ പോലീസിനെ അടിക്കാൻ പോയി നിങ്ങൾ കണ്ടു കാണും. ഇതാണ് അതിൻ്റെ കാരണം. അതായത് മോദി ഗവൺമെൻറ്റിൻ്റെ ബ്ലണ്ടറാണ് എല്ലാവരെയും ശത്രുക്കളാക്കുക. നിങ്ങൾ മുസ്ലിങ്ങളെ മുഴുവൻ ശത്രുക്കളാക്കി അവരെ പാകിസ്ഥാനികളെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾ സിഖുകാരെ അതിനേക്കാളും മോശമായിട്ട് ഖാലിസ്ഥാനികളെന്ന് പറയുന്നു. അത് കഴിഞ്ഞിപ്പോൾ ക്രിസ്ത്യാനികളുടെ നേരെ നിന്ന് അതിനെ അടച്ചുപൂട്ടാൻ. ഇതാണ് ഇൻക്ലൂസീവ് ഈ മോദി ഗവൺമെൻറ്റിൻ്റെ ബ്ലണ്ടർ എന്ന് പറയുന്നത്. എല്ലാവരുമായിട്ട് യോജിച്ചാണ് പോകേണ്ടത്. ഡയലോഗ് നടത്തി, ചർച്ച നടത്തി. കർഷക ബില്ല് അവസാനം മോദി ഗവൺമെൻറ് പിൻവലിച്ചു. അന്ന് ഇത് നേരത്തെ അങ്ങ് നടത്തിക്കൂടായിരുന്നോ? എന്തിനാണ് ഇവരെ ശത്രുക്കളാക്കിയത്? എന്തിനാണ് അവനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചത്? എന്തിനാണ് അവനെ ഖാലിസ്ഥാനി എന്ന് വിളിച്ചത്? നിങ്ങൾ മനസ്സിലാക്കുക. ഡൽഹി പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടു കാണും ഒരു പോസ്റ്റർ, തീവ്രവാദി നിന്റെ തന്തയാണെന്ന്. ഏറ്റവും കൂടുതൽ ഇത് കാണിച്ചു തരാമെന്നറിയോ? ഈ പറയുന്ന സർദാർമാരുടെ കുടുംബത്തിൽ നിന്ന് പറഞ്ഞ കുട്ടികൾ, അത് അവർ സാധനമൊന്നും വെച്ചിട്ടൊന്നുമില്ല. അവരാണ് ഇത് കെടുത്ത് സൂപ്പർ ഡൂപ്പർ ഫെയിമാക്കി വൈറലാക്കി മാറ്റിയത്. മെംസൊക്കെ അതിൻ്റെ കാഡിച്ചങ്ങ് കൊടുത്തു ഇവർ. ഇതാണ് ഇഷ്യൂ. അതായത് ഇതാണ് പലപ്പോഴും സംഘപരിവാറിന് തെറ്റിപ്പോകുന്നത്. ആരാണ് രാജ്യസ്നേഹി, ആരാണ് രാജ്യദ്രോഹി, ഇവർക്ക് മനസ്സിലാക്കാൻ ആകെ അറിയത്തില്ല. അവരുടെ ധാരണ ഈ ഗുണ്ടകളായിട്ട്, ഈ ബജ്രാങ് ദളും അതിനകത്ത് ഗുണ്ടകളായിട്ട് നിൽക്കുന്നവരാണ് രാജ്യസ്നേഹി. അവന്മാർ പക്ക രാജ്യദ്രോഹികളാണ്. ഹൈപ്പർ നാഷണലിസം എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്ന ഇവിടുത്തെ മീഡിയ ഉണ്ട്, ഗോദി മീഡിയ. അവനും രാജ്യദ്രോഹികളാണ്. ഇവിടെ രാജ്യസ്നേഹമുള്ളവനാണ് പ്രാധാന്യം. അത് ഹൈപ്പറിലോട്ടല്ല പോകേണ്ടത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. നിങ്ങളിവിടെ മുസ്ലിങ്ങളെ തീവ്രവാദികളെന്ന് വിളിക്കുന്നു. ഞാൻ മലയാളികളോടാണ് ചോദിക്കുന്നത്, പല സംഘപരിവാറുകാരനോടും. എന്നിട്ട് നിങ്ങളിവിടെ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നു. അപ്പം അവിടെ ജോലി ചെയ്യുന്നു, അപ്പം അതെന്തുവാ രാജ്യദ്രോഹമല്ലയോ? അങ്ങനെ ആണെങ്കിൽ നീ തിരിച്ചിവിടെ വാ, ഇവിടെ ജോലി ചെയ്യ്. ഇവിടെ ഇത് കിഴങ്ങുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇതാണ് മര്യാദ എന്ന് പറയുന്നത്. എല്ലാവരെയും ഉൾക്കൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. നിങ്ങൾ തീവ്രവാദികളെ, അങ്ങനെയുള്ളവരെ നിങ്ങൾ മാറ്റി നിർത്തുക. മറ്റുള്ള എല്ലാവരെയും ആ രീതിയിൽ കാണരുത്. ഇതാണ് സർദാർമാർ കൊടുത്ത പാഠം ഡൽഹി പ്രൊട്ടസ്റ്റോടുകൂടി. അതായത് ഗവൺമെൻറ്റിൻ്റെ എത്രമാത്രം പ്രഷർ ഉണ്ടായിരുന്നു. കാരണം അറിയാവുന്ന കാര്യം, കാരണം ഞാൻ ഈ റക്കബ്ഗഞ്ച് ഗുരുദ്വാരയുടെ അതിൻ്റെ ഒരു കമ്മിറ്റിയുടെ ഒരാൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു പ്രായമുള്ള സർദാറാണ്. അപ്പം അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഗവൺമെൻറ് എത്രമാത്രം പ്രഷർ ചെയ്യാൻ ശ്രമിച്ചാലും ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബിൽ BJP ഇവിടെ എത്താത്തതിൻ്റെ കാര്യം. കോൺഗ്രസിൻ്റെതായിട്ടുള്ള വെറുപ്പിൻ്റെ കാരണം കൊണ്ടാണ് അവിടെ ആം ആദ്മി പാർട്ടി കയറി വന്നത്. അവിടെ BJPയെ അവരൊരു ഓൾട്ടർനേറ്റീവായിട്ട് കാണുന്നില്ല പഞ്ചാബികൾ. മനസ്സിലാക്കുക, ഒരു ബോർഡർ സ്റ്റേറ്റാണ്. ഈ സർദാർമാരുമായിട്ട് ഗവൺമെൻറ് ഈ കളിക്കുന്നതും BJPയും RSSും ബജ്രാങ് ദളും ഈ കളിക്കുന്ന തെറ്റായ ഗെയിമാണ്. നിങ്ങൾ കണ്ടു കാണും, കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലാൻഡിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ സർദാർമാർ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വലിയ സംഭവം നടത്തി. അതുണ്ടായ സംഭവമാണിത്. അവർ അതിൻ്റെ തൊട്ട് മുമ്പിൽ വലിയ സംഭവം ഉണ്ടാക്കി. ഇനിയും പ്രധാനമന്ത്രി ഇനി കാനഡയിലോ UK-യിലോ അമേരിക്കയിലോ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടാകും. അതായത് സർദാർമാർ ഗ്ലോബലി ഒന്നിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി ഇന്ത്യക്ക്. ഇത് ചെറിയ പ്രശ്നമൊന്നുമല്ല. ഇന്ത്യയുടെ എക്സ്റ്റേണൽ സെക്യൂരിറ്റിയിലുള്ള റിട്ടയറായ ചില ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞു തന്നു, ഈ സർദാർമാർ ഗ്ലോബലി ഒന്നിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പല രാജ്യത്തും പോകാൻ പറ്റത്തില്ല. ഇപ്പം ഒരു രാജ്യത്ത് പോകുന്നു, അവിടുത്തെ മുഴുവൻ സെക്യൂരിറ്റിയും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുക്കത്തൊന്നും ഇന്ത്യയെ കൊടുക്കും. അത് മറ്റുള്ള രാജ്യത്തൊന്നും കൊടുക്കത്തൊന്നുമില്ല. കാരണം അവർ വലിയ റിസ്ക് ആയിട്ടങ്ങ് ഏറ്റെടുക്കും, ഇവിടെ വരണ്ടെന്നങ്ങ് പറയും. അപ്പം ഈ രീതിയിലോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതായത് ഞാൻ ഈ പറയുന്നത്, ഇവിടുത്തെ മുസ്ലിങ്ങളാണെങ്കിലും സിഖുകാരാണെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിലും ദളിത് ആണെങ്കിലും അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരോട് ഡയലോഗ് നടത്തുക, അവർക്ക് പ്രോപ്പർ പ്രാതിനിധ്യം കൊടുക്കുക. ഇതാണ് ഇവിടുത്തെ ആവശ്യം. അല്ലാതെ അവരെ രാജ്യദ്രോഹിയെന്നും
ഖാലിസ്ഥാനി എന്നും പാകിസ്ഥാനി എന്നും വിളിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതുണ്ടാകുന്ന ഇന്ത്യയിലെ വലിയ രീതിയിലുള്ള കോളുകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഹിന്ദു, ഇപ്പം ചില മീഡിയ ആൾക്കാർ പറയുന്നു ഇവിടെ ഹാർഡ് കോർ ഹിന്ദുത്വം മതി. അർണബ് ഗോസ്വാമിയുടെ സ്റ്റേറ്റ്മെൻ്റാണ്. പറഞ്ഞ് വിളിച്ചു കൂവുക മരമണ്ടൻ. ആലോചിച്ച് നോക്കുക, ഇവിടെ ഹിന്ദുക്കളെ മാത്രം മതി എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ ഇത്രയേ ഉള്ളൂ. ഇത് 100% ഒന്നുമില്ല. പല പോക്കറ്റുകളും കയറാൻ പറ്റത്തില്ല. പഞ്ചാബിൽ കയറി പറയാൻ പറ്റുമോടെ ഹിന്ദുക്കൾ മതിയെന്ന, നോർത്ത് ഈസ്റ്റ് കയറി പറയാൻ പറ്റുമോടെ ഹിന്ദുക്കൾ മതിയെന്ന. ഇതൊക്കെയാണ് മണ്ടത്തരം എന്ന് പറയുന്നത്. അതിനെ പൊക്കി പിടിച്ച് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഈ ഫർദർ മോദി ഗവൺമെൻറ്റും BJPയും ഇന്ത്യയിൽ വീണ്ടും ഭരണത്തിൽ വരുമ്പോൾ ഇന്ത്യ ശിഥിലമായി പോകും. നോർത്ത് ഈസ്റ്റൊക്കെ വേറെ അങ്ങ് പോകും. സൗത്തും ഈ പറയുന്ന തമിഴ്നാട് അവർ വേറെ അങ്ങ് ചിന്തിക്കും. ആ കാശ്മീരും ആ ഭാഗവും വേറെ ചിന്തിക്കും. ഇതിനല്ല ഇടം കൊടുക്കേണ്ടത്. എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഡയലോഗ് ചെയ്ത് പ്രശ്നങ്ങൾക്ക് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക. അവിടെയാണ് BJPയുടെ RSSൻ്റെ സംഘപരിവാറിൻ്റെ ഗ്രേറ്റ്, അതായത് ഏറ്റവും വലിയ ലോസ്, അതായത് നഷ്ടമെന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ നഷ്ടമായി മാറി. സിഖുകാരാണ് ക്ലാസിക് എക്സാമ്പിൾ. അവരെ എതിർക്കാൻ പറ്റുമോ? ഡൽഹിയിൽ CJPക്ക് അവർ ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തു. അവരെ വല്ല പുല്ലും ചെയ്യാൻ പറ്റുമോ? അതാണ് പ്രശ്നമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഈ സമരം അങ്ങ് പെട്ടെന്ന് നിർത്താൻ തീരുമാനിച്ചത്. കാരണം ഈ സിഖുകാർ ഉൾപ്പെടെ അവർക്കെതിരെ അങ്ങ് തിരിയുമെന്നറിയാം. അതായിരുന്നു കാരണം. ഗവൺമെൻറ്റിന് പിടികിട്ടി അവർക്കെതിരെ ഈ ഇന്ത്യക്കാർ തിരിയുന്നു. അതുതന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാനെ രായ്ക്ക് രാമായനെ രാജിവെപ്പിച്ചത്. ഇതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം ജനങ്ങൾ തിരിയുന്നു. കാരണം ഇൻക്ലൂസീവായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം.